തെരഞ്ഞെടുപ്പിന്റെ കടുത്ത പോരാട്ടത്തിലേക്ക് കടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനമായും ദേശീയ തലത്തിൽ തന്നെ പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ളതുമായ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ തെരഞ്ഞെടുപ്പിനുള്ള 291 സ്ഥാനാർത്ഥികളുടെ പട്ടിക മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആകെയുള്ള 294 സീറ്റുകളിൽ 3 ഡാർജിലിംഗിലെ അനിത് ദാപ്പയുടെ പാർട്ടി മത്സരിക്കും, തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു. ഇത്തവണ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് ഭവാനിപ്പൂരിലാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും BJP നേതാവ് സുവേന്ദു അധികാരിയും ഭവാനിപ്പൂരിൽ നേർക്കുനേർ ഏറ്റുമുട്ടും എന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ആകർഷണം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന തീവ്ര വോട്ടർ പട്ടിക പുനർക്രമീകരണത്തിൽ വെട്ടിമാറ്റിയ വോട്ടുകളുടെ പേരിൽ കടുത്ത പോരാട്ടമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മമതയെ പൂട്ടാൻ ED ഇറക്കി റെയ്ഡ് നടത്തിയതടക്കമുള്ള സ്ഥിതിഗതികൾ അവിടെ നടമാടിയിരുന്നു. BJP ബംഗാൾ പിടിക്കുമെന്ന് പരസ്യ പ്രസ്താവന നടത്തിയതും മമത അത് എതിർത്ത് BJPയെ പരസ്യമായി വെല്ലുവിളിച്ച സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അവർ സുപ്രീം കോർട്ടിൽ ചരിത്രമെഴുതി. മുഖ്യമന്ത്രി പദവിയിൽ വക്കീൽ കുപ്പായമെടുത്തണിഞ്ഞ് വാദിച്ചതും ചരിത്രമായി. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞു. എന്താണ് ബംഗാളിൽ സംഭവിക്കുക? BJP പശ്ചിമ ബംഗാൾ പിടിച്ചടക്കാൻ പരസ്യ പ്രസ്താവന നടത്തി കോപ്പുകൾ കൂട്ടി പാഞ്ഞെടുത്തപ്പോൾ ചീറ്റപ്പുലി കണക്കെ മോദിയെയും BJPയെയും കടന്നാക്രമിക്കുന്ന അവസ്ഥയും നമ്മളവിടെ കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ മന്ദിർ മസ്ജിദ് രാഷ്ട്രീയമാണ് നിറഞ്ഞു നിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ തുറന്ന പോരാട്ടമാണ്. BJP സർവ്വസന്നാഹങ്ങളുമായി ബംഗാളിൽ ദീദിയെ പിടിച്ചുകെട്ടാൻ പാഞ്ഞെടുക്കുമ്പോൾ അണുവിട വിട്ടുകൊടുക്കാതെ BJPയുടെ വജ്രായുധങ്ങളെ മുഴുവനും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രത്യാക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് അവിടെ. പശ്ചിമ ബംഗാളിൻ്റെ ഒരു ചരിത്രമെടുത്താൽ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനം മുളപൊട്ടിയത് അവിഭക്ത ബംഗാളിലായിരുന്നു. വിദേശ സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ നുകത്തിൽ നിന്ന് മാതൃഭൂമിയെ മോചിപ്പിക്കാൻ സന്തോഷത്തോടെ തൂക്കുമരം ഏറ്റുവാങ്ങിയ ധീരരായ അചഞ്ചലരായ ഒരു കൂട്ടം യുവാക്കൾക്ക് ജന്മം നൽകിയത് അവിഭക്ത ബംഗാളായിരുന്നു. വംശം, മതം, ജാതി എന്നിവയ്ക്കെല്ലാം ഉപരിയായി നിന്ന് വൈദേശിക ഭരണാധികാരികൾക്കെതിരെ കൈകോർത്ത് അങ്ങനെ പോരാടണമെന്ന് അവിഭക്ത ബംഗാൾ നമുക്ക് കാണിച്ചു തന്നു. പശ്ചിമ ബംഗാളിലും വർഗീയ മൗലികവാദ ശക്തികൾ തലപൊക്കുകയും സംസ്ഥാനത്തിൻ്റെ വൈവിധ്യത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. അധികാരം പിടിച്ചെടുക്കുന്നതിനായി RSS BJP സഖ്യം കാലഹരണപ്പെട്ട ഹിന്ദുത്വ സിദ്ധാന്തം പ്രയോഗിച്ച് അന്തരീക്ഷത്തെ അവിടെ വിഷലിപ്തമാക്കുന്നു. അവർ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പരസ്യമായി വിഷം തുപ്പുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ശത്രുതയുണ്ടാക്കുകയും അതുവഴി വോട്ട് നേടുന്നതിനായി മതപരമായ ധ്രുവീകരണം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഹിന്ദു മൗലികവാദത്തോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഇസ്ലാമിക മൗലികവാദികളും ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ മതസാമുദായിക ഭ്രാന്ത് ഇപ്പോൾ സംസ്ഥാനത്ത് ഗുരുതരമായ അളവിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഹിന്ദു മനസ്സിനെ ആകർഷിക്കാൻ BJP പണ്ടേ മന്ദിർ മസ്ജിദ് വിഷയം പ്രചരിപ്പിക്കുകയായിരുന്നു. അതിനെ തകർത്തെറിയുകയാണ് കോൺഗ്രസ് അടക്കമുള്ള അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ. TMC, BJP എന്നീ പാർട്ടികളിലായി മാറി മാറി പ്രവർത്തിച്ച ചരിത്രമുള്ള TMCയിൽ നിന്ന് പുറത്താക്കപ്പെട്ട MLA ഹുമയൂൺ കബീർ മൂർഷിദാബാദിലെ റെജിനഗറിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിട്ടു. ഇങ്ങനെ വർഗീയമായി ധ്രുവീകരിക്കാൻ RSS BJP ശ്രമിക്കുമ്പോൾ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസിന് നിലനിർത്തേണ്ടത് ജീവൻ മരണ പോരാട്ടമാവുകയാണ്. തൃണമൂൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തവണ 2021 നന്ദിഗ്രാം പോരാട്ടം ഇക്കുറി ഭവാനിപ്പൂരിലേക്ക് മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ദക്ഷിണ കൊൽക്കത്തയിലെ തൻ്റെ കോട്ടയായ ഭവാനിപ്പൂരിൽ രാഷ്ട്രീയ വൈരിയായ BJP നേതാവ് സുവേന്ദു അധികാരിയെയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിടുന്നത്. തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ 291 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. പാർട്ടി അധ്യക്ഷൻ സുഭദ്ര ബക്ഷിക്കും നാഷണൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്കും ഒപ്പമാണ് മമത ഈ പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ മമത വീണ്ടും നന്ദിഗ്രാമിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമാവുകയായിരുന്നു. മമതയെ നേരിടുന്നതിന് പുറമെ നന്ദിഗ്രാമിൽ തൻ്റെ മുൻ അനുയായിയും ഇപ്പോൾ തൃണമൂലിൽ ചേരുകയും ചെയ്ത പവിത്ര കർക്കയ്ക്കെതിരെയും സുവേന്ദു അധികാരി മത്സരിക്കും. തിങ്കളാഴ്ച പുറത്തിറക്കിയ BJP പട്ടിക പ്രകാരം സുവേന്ദു അധികാരി ഭവാനിപ്പൂരിലും നന്ദിഗ്രാമിലും മത്സരിക്കുമെന്നാണ് അറിയുന്നത്.
2021 തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ വെച്ച് സുവേന്ദു അധികാരി മമതാ ബാനർജിയെ 1956 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു. അന്ന് നേരിട്ട അപ്രതീക്ഷിതമായ പരാജയത്തിന് ശേഷം ഭവാനിപ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് മമത നിയമസഭയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഭവാനിപ്പൂരിലെ ഈ പോരാട്ടം മമതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന പ്രശ്നമാണ്. ഏപ്രിൽ 23, 29 തീയതികളിലായി 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണ ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മെയ് 4-നാണ് വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത്. 15 വർഷത്തെ ഭരണത്തിനും ഭരണവിരുദ്ധ വികാരത്തിനും ശേഷം പാർട്ടിയുടെ ആധിപത്യം നിലനിർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിക്കൊണ്ടാണ് TMC ഇപ്പോൾ രംഗത്ത് വന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബംഗാളിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മാമാദി മാനുഷ് ബംഗ്ലാർ സംസ്കൃതി സമർപ്പിക്കുന്നു എന്ന് അവർ പറഞ്ഞു. 294 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. 291 സ്ഥാനാർത്ഥികളിൽ 52 പേർ സ്ത്രീകളും 95 പേർ SC/ST വിഭാഗക്കാരും 47 പേർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുമാണെന്ന് അഭിഷേക് ബാനർജി പ്രഖ്യാപിക്കുകയുണ്ടായി. ബംഗാൾ നിയമസഭയിലെ 294 സീറ്റുകളിൽ 291 എണ്ണത്തിലും TMC മത്സരിക്കുമെന്നും ബാക്കി 3 എണ്ണം ഡാർജിലിംഗ് കുന്നുകളിൽ അനിത് ദാപ്പയുടെ നേതൃത്വത്തിലുള്ള BGPM ആണ് മത്സരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. TMCയുടെ ഉദയത്തിനു മുമ്പ് ബംഗാളിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന ജില്ലകളായ മൽഡയിലും മൂർഷിദാബാദിലും കോൺഗ്രസ് തങ്ങളുടെ പരമ്പരാഗത അടിത്തറ പുനർജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമീപ വർഷങ്ങളിൽ ഈ മേഖലയിൽ പാർട്ടിയുടെ മെച്ചപ്പെട്ട പ്രകടനം ന്യൂനപക്ഷ വോട്ടർമാരിൽ ഒരു വിഭാഗം അവരുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ പുനഃപരിശോധിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു. ജില്ലാതല ഡാറ്റ കാണിക്കുന്നത് മൂർഷിദാബാദിൽ 11 ലക്ഷത്തിലധികം വോട്ടർമാരെ വിധിന്യായത്തിന് വിധേയരാക്കുന്നു എന്നതാണ്. തുടർന്ന് മൽഡയിൽ 8.28 ലക്ഷവും നോർത്ത് 24 പർഗാനകളിൽ 5.91 ലക്ഷവും സൗത്ത് 24 പർഗാനകളിൽ 5.22 ലക്ഷവുമുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വലിയ മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചെറിയ മുസ്ലിം സംഘടനകൾ വടക്കൻ ബംഗാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. അത് കോൺഗ്രസിന് അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് എത്തുന്നു എന്നതും കോൺഗ്രസിൻ്റെ ഒരു പുനർജീവന പ്രതീക്ഷ നൽകുന്നുണ്ട്. 2014 മുതൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നു, അത് ഭരണപക്ഷത്തിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലാണ് എന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തെ പിഴുതെറിയുന്ന പല നടപടികളും കോടതികളിൽ ഹർജികളായി കെട്ടിക്കിടക്കുന്നു. അപ്പോഴും യാതൊരു സങ്കോചവുമില്ലാതെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിഹിത ബാന്ധവം വെളിച്ചത്ത് വരികയാണ്. നോക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുക്കളയിൽ BJPയുടെ ഓഫീസ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിൽ BJPയുടെ സീൽ പതിച്ചിരിക്കുന്നു. കഷ്ടം, ഇന്ത്യയുടെ ഒരു ദുരവസ്ഥയെ. ഭരിക്കുന്ന പാർട്ടി തന്നെ കാട്ടുകൊള്ള നടത്തി ജനത്തെ സേവിക്കുന്ന കിരാത വാഴ്ച, എന്നിട്ട് അതിനൊരു ന്യായീകരണം ക്ലറിക്കൽ പിഴവാണ് എന്ന്. 140 കോടി ജനവും മണ്ടന്മാരായി ചിരിക്കാനും കരയാനും കഴിയാത്ത അവസ്ഥയിലാണ്. നമ്മൾ പറഞ്ഞു വന്നത് രാജ്യത്ത് ഉയർന്നു വരുന്ന ഭീതിതമായ ഈ അവസ്ഥയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ BJPയെ നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലെ സ്വത്ത് വിവരം മറച്ചുവെച്ച് പത്രിക നൽകിയതും ഇപ്പോൾ വെളിയിൽ വരികയാണ്. കണ്ടില്ലേ, ഒരു വലിയ കൂട്ടുകെട്ടിൻ്റെ വ്യക്തമായ തെളിവ് അസന്നിഗ്ധമായി തെളിവായപ്പോഴും ഒരു സങ്കോചവുമില്ലാതെ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന പ്രവണത, അതുതന്നെയാണ് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്. ഇത് സ്വേച്ഛാധിപത്യത്തിൻ്റെ കിരാത വാഴ്ചയല്ലാതെ മറ്റെന്താണ്? BJPയുടെ ലക്ഷ്യം ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെയൊക്കെ വർഗീയതയുടെ വിഴുപ്പ് കലർത്തി വരുതിയിലാക്കുക എന്നതാണ്. അതിനായി ഭരണപരമായി കരുക്കൾ നീക്കി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ നഖശിഖാന്തം തിരിച്ചടിക്കുന്ന മമതാ ബാനർജിയുടെ നിലപാടുകൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നതും. അവിടെ ഇനി തീ കാറ്റാണ്. ആ തീ BJPയെ ചുട്ടു ചാമ്പലാക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. മമതയുടെ പോരാട്ട വീര്യത്തിൻ്റെ അഗ്നിനാമ്പുകളിൽപ്പെട്ട് ചിറകുകരിയുന്ന NDAയുടെ ചാരക്കൂമ്പാരത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് വീണ്ടും അവിടെ വിജയക്കൊടി പാറിക്കുക തന്നെ ചെയ്യും. മമതയുടെ ബംഗാളിലെ അതിർത്തികളിൽ പോലും കാലുകുത്താൻ ഇത്തവണ BJPയുടെ കുതന്ത്രങ്ങൾക്ക് മതിയാകില്ല എന്ന തരംഗമാണ് വ്യക്തമാവുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.